വളരെ ഗൗരവമുള്ളൊരു വാർത്തയിലേക്കാണ് ഇനി. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പ്രതിഷേധം. നവജാത ശിശു മരിച്ചത് അധികൃതരുടെ അനാസ്ഥ മൂലമെന്നാണ് ബന്ധുക്കളുടെ പരാതി. വണ്ടാനം സ്വദേശി മനുവിന്റെയും സൗമ്യയുടെയും 7 ദിവസം പ്രായമുള്ള കുഞ്ഞാണ് മരിച്ചത്. പ്രസവവേദന വന്നിട്ടും സൗമ്യയെ ലേബർ റൂമിലേക്ക് മാറ്റിയില്ലെന്നും വാർഡിൽ കിടന്നാണ് പ്രസവിച്ചതെന്നും ബന്ധുക്കൾ പറയുന്നു. സഹിക്കാൻ വയ്യാതെ വന്നപ്പോൾ 4:30 ഒരു 5 മണിയൊക്കെ ആയപ്പോൾ സഹിക്കാൻ വയ്യാതെ അപ്പോൾ ഞാൻ അങ്ങോട്ട് ചെന്നു ലേബർ റൂമിന് 1ാം സ്റ്റേജിൽ നിന്ന് 2ാം സ്റ്റേജിലോട്ട് അങ്ങോട്ട് എന്നിട്ട് പറഞ്ഞു എനിക്ക് ഡോക്ടർ എനിക്ക് വേദന കൊണ്ട് ഭയങ്കര വേദനയെന്ന് പറഞ്ഞു. ഇങ്ങനെയെന്ന് പറയുമ്പോഴും അവർ പെട്ടെന്ന് PB ചെയ്ത് നോക്കി. PB ചെയ്ത് നോക്കിയപ്പോഴും അവർ പറഞ്ഞത് ഈ മൂത്രത്തിപ്പഴുപ്പിൻ്റെ ഈ അഴുക്ക് പോണത് അല്ലാതെ ഒന്നുമില്ല. ശരിക്കും വേദന വന്ന് സഹിക്കാൻ വയ്യാതെ വന്നപ്പോഴത്തേക്കും അങ്ങോട്ട് ചെന്നപ്പോഴത്തേക്കും അവർ പെട്ടെന്ന് കിടന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. അവർ മിഷ്യൻ വെച്ച് നോക്കുന്നതിന് മുന്നേ തന്നെ കൈ വെച്ച് നോക്കുമ്പോൾ തന്നെ അവർക്ക് കൺട്രാക്ഷൻ ഉണ്ടെന്ന് മനസ്സിലായി. ഞാൻ പറഞ്ഞു എനിക്ക് ബാത്റൂമിൽ പോകാൻ മുട്ടെന്ന് പറഞ്ഞപ്പോഴും അവർക്ക് സത്യം മനസ്സിലായത്. അതുവരെ അവർക്ക് മനസ്സിലായില്ല. ഞാൻ എടുത്തെടുത്ത് ചോദിക്കുന്നുണ്ട് ഈ ഗ്യാസിന്റെ വേദന തന്നെയാണ് ഡോക്ടർ, എനിക്ക് അത്രയ്ക്ക് സഹിക്കാൻ വയ്യ, എനിക്ക് കുറവും നടുവൊക്കെ വേറെ എടുക്കുമെന്ന് പറഞ്ഞപ്പോഴും പറഞ്ഞു ഗ്യാസിന്റെ ആയിരിക്കും, നമുക്ക് നോക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഇതിന്റെ ആയിരിക്കുള്ളൂ. അവർ സിമ്പിളായിട്ടാണ് പറഞ്ഞത്. ഇച്ചിരി കഴിഞ്ഞാൽ 15 മിനിറ്റിനുള്ളിൽ എനിക്ക് നേരെ ഷിഫ്റ്റ് ചെയ്യുക, പ്രസവിക്കുക, കയ്യിൽ കുഞ്ഞിനെ തരിക. 15 മിനിറ്റിനുള്ളിൽ. ഞാൻ ആ സമയത്ത് അങ്ങോട്ട് കെയർ ചെയ്യുന്നില്ലായിരുന്നെങ്കിൽ അതും നടക്കത്തില്ലായിരുന്നു. എന്റെ ഈ ബ്ലീഡിങ് മുഴുവൻ പോയതുകൊണ്ടാണ് എന്നെ കുഞ്ഞത് കുടിച്ചത്. ഇവർക്ക് അന്ന് നേരത്തെ കാണാൻ ഇച്ചിരി കണ്ടപ്പോഴത്തേക്കും അത് ഓപ്പറേഷൻ ചെയ്ത് എന്റെ കുഞ്ഞിനെ കിട്ടിയതായിരുന്നു. അവരെ മുഴുവൻ ഞാൻ കാണിച്ചു കൊടുത്തത് ഇത് കണ്ട ഇങ്ങനെയാ പോണത്, ഇങ്ങനെയാ പോകുന്നത്. അവര് കണ്ടില്ലെങ്കിൽ പറയാൻ കണ്ടില്ല, ഞാൻ മാത്രമേ കണ്ടുള്ളൂ പറയാം. ഞാൻ മുഴുവൻ കാണിച്ചു കൊടുത്തു ഇങ്ങനെയാണ് പോണത്. അപ്പോഴാണ് അവര് PB ചെയ്ത് നോക്കിയത്. എന്നിട്ടും പറഞ്ഞു ബ്ലീഡിങ് അല്ല ഈ മൂത്രത്തിപ്പഴുപ്പിന്റെ ഗുളിക വെച്ചിട്ട് അഴുക്കാ പോണേന്ന് പറഞ്ഞു. നമുക്ക് ഡോക്ടർ പറയുന്നതല്ലേ വിശ്വസിക്കാൻ പറ്റത്തുള്ളൂ. അത്ര നേരം ഞാൻ പറഞ്ഞു ഇത് വേദന എന്തിന്റെയാണ് ഡോക്ടറെ, എന്തിന്റെ എടുത്തെടുത്ത് ചോദിച്ചു. ലേബർ റൂമിൽ കിടക്കുമ്പോൾ നമുക്ക് ഡോക്ടറിനോട് ദേഷ്യപ്പെടാനോ പിടിക്കാനൊന്നും പറ്റത്തില്ല. അവര് നമ്മുടെ നേരെ തിരിഞ്ഞേക്കും. അതുകൊണ്ട് സ്നേഹത്തോടെ ചോദിച്ചു ഡോക്ടറെ എന്തിന്റെ വേദനയാണ്, ഗ്യാസിന്റെ വേദനയാണോ, ഗ്യാസിന്റെ വേദന പോയിക്കട എന്ന് പറഞ്ഞു. ഒട്ടും സഹിക്കാൻ വേദന ഞാൻ അങ്ങോട്ട് എന്ന് പറയാം എനിക്ക് വേദന കൊണ്ട് പോയി എനിക്ക് പറ്റുന്നില്ലെന്ന് പറയുമ്പോഴേക്കും അവരൊന്നും നോക്കിയതില്ല. അതുവരെ അവര് ചുമ്മാ നോക്കും, ഗ്യാസിന്റെ പോയി കിടന്നു എന്ന് പറഞ്ഞു. ആദ്യം തന്നെ ഇവർക്ക് ഈ ഡോക്ടേഴ്സ് മെയിൻ ഡോക്ടേഴ്സ് ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ആദ്യം തന്നെ ഇത് ബ്ലീഡിങ് എന്ന് പറഞ്ഞിരുന്ന അവർ ഓപ്പറേഷൻ ചെയ്യത്തില്ലായിരുന്നു. ഓപ്പറേഷൻ ചെയ്തിരുന്ന എന്റെ കുഞ്ഞിനെ എനിക്ക് കിട്ടത്തില്ലായിരുന്നു. ശരണ്യ സ്നേഹജൻ ചേരുന്ന വിവരങ്ങളുമായി. ശരണ്യ, ഗുരുതരമായ അനാസ്ഥയാണ് സംഭവിച്ചിരിക്കുന്നത്, വീഴ്ചയാണ് സംഭവിച്ചിരിക്കുന്നത്. യുവതി പറയുന്ന പ്രകാരമാണെങ്കിൽ അവർ പലതവണ പറഞ്ഞിട്ടും പ്രസവവേദന വരുന്നു എന്ന് പറഞ്ഞിട്ടും അത് കാര്യമാക്കിയില്ല എന്നുള്ളതാണ്, കുഞ്ഞു മരിച്ചു എന്നുള്ളതാണ് അത്യന്തം ദുഃഖകരമായ കാര്യം. എന്തൊക്കെയാണ് അവർ പറയുന്നത്? ആശുപത്രി അധികൃതരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും വിശദീകരണം വന്നിട്ടുണ്ടോ? അശ്വതി, ആലപ്പുഴ മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറേ നാളുകളായി നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു ഇടമാണ്. ഇപ്പോൾ അടുത്ത ഒരു കുടുംബത്തിന്റെ കൂടെ കണ്ണുനീരാണ് നമ്മളിപ്പോൾ കണ്ടത്. കഴിഞ്ഞ ദിവസം നമുക്കറിയാം 74കാരി ചികിത്സയുമായി ബന്ധപ്പെട്ട് പനി ബാധിച്ചു വന്ന സ്ത്രീ ആശുപത്രിയിൽ ചികിത്സയിൽ ഇരിക്കെ തന്നെ അവർക്ക് പിന്നീട് അത് ന്യൂമോണിയായി മാറുന്നു. അതായത് ആ രോഗം മൂർച്ഛിച്ച് ന്യൂമോണിയായി മാറുകയും ചികിത്സ കിട്ടാതെ മരിച്ചു എന്ന് പറയുകയും കുടുംബം മൃതദേഹവുമായി ആശുപത്രിയുടെ മുന്നിൽ വന്ന് പ്രതിഷേധിക്കുകയും ചെയ്തിരുന്നു. ഇത്തരം സംഭവങ്ങൾ നമുക്കറിയാം. പുന്നപ്ര സ്വദേശിയായ ഒരു യുവതി മരിച്ചിട്ട് ഇത് സമാനമായ സാഹചര്യത്തിൽ തന്നെ പ്രസവത്തിന് ശേഷം അണുബാധയുണ്ടായി മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ കേസുകളിലൊക്കെ അന്വേഷണം നടക്കുന്നതിനിടയിലാണ് പുതിയൊരു വാർത്ത കൂടി ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യേണ്ടതായി വരുന്നത്. നമ്മൾ ഈ കണ്ട അമ്മയുടെ കണ്ണുനീര് അവര് പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് ആശുപത്രിയിൽ വേണ്ടത്ര ചികിത്സയോ വേണ്ടത്ര ശ്രദ്ധയോ രോഗികളുടെ മേൽ ചുമത്തുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് മേൽ ഉണ്ടാകുന്നില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. നിരന്തരം ഉയർന്നു വരുന്ന ആരോപണം തന്നെയാണ്. ഈ സംഭവം നടക്കുന്നത് ഇന്ന് നമുക്ക് മുന്നിലേക്ക് നേരത്തെ സംസാരിച്ചത് പുന്നപ്ര സ്വദേശിനിയായ വണ്ടാന സ്വദേശിനിയായ സൗമ്യയാണ്. സൗമ്യയും മനുവാണ് കുട്ടിയുടെ അച്ഛൻ. സൗമ്യ കഴിഞ്ഞ 28-നാണ് പ്രസവത്തിനായി വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തുന്നത്. 29-ന് പ്രസവ സംബന്ധമായ ലക്ഷണങ്ങൾ സൗമ്യക്കുണ്ടാകുന്നു. മൂത്രപരിശോധനയിൽ മൂത്രത്തിൽ ഇൻഫെക്ഷൻ ഉണ്ട് എന്ന് കണ്ടിട്ട് അതിനുള്ള ചികിത്സ എന്നുള്ള രീതിയിൽ അവർ മറ്റു തുടർ ചികിത്സകൾ എടുക്കുന്നു. അതിനിടയിലാണ് സൗമ്യയ്ക്ക് പ്രസവ വേദന അനുഭവപ്പെടുന്നത്. പ്രസവ വേദന അനുഭവപ്പെട്ട് പല ഘട്ടത്തിലും സൗമ്യ തനിക്ക് അനുഭവപ്പെടുന്നത് പ്രസവ വേദനയാണ് എന്ന് പറഞ്ഞപ്പോൾ അത് നിസ്സാരവൽക്കരിച്ച് തള്ളുകയായിരുന്നു ആശുപത്രി അധികൃതർ എന്നുള്ളതാണ് അമ്മ
അതായത് അവര് ഈ കുട്ടി മരിച്ച് ഇന്നലെ രാത്രിയാണ് കുട്ടി മരിച്ചത്, എന്നിട്ടും അവർ കണ്ണീരോടെ പ്രതികരിക്കേണ്ടി വരുന്നത് അത്ര മാനസിക ബുദ്ധിമുട്ടുകളും വ്യഥയും ഉള്ളത് കൊണ്ട് തന്നെയാണ്. അവർ പറഞ്ഞു, നിരവധി തവണ ഡോക്ടർമാരോടും അവിടെയുള്ള സ്റ്റാഫിനോടും പറഞ്ഞു തനിക്ക് ബ്ലീഡിംഗ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു, ഇത് പ്രസവ സംബന്ധമായി ആണെന്ന് പറയുമ്പോൾ അവരെ ആക്ഷേപിക്കുന്ന രീതിയിൽ അങ്ങനെ അല്ല എന്ന് പറഞ്ഞ് ഗ്യാസ് ട്രബിൾ ആണ് എന്ന് പറഞ്ഞ് മാറിക്കിടക്കാനായി പറയുകയായിരുന്നു. പലതവണ ബ്ലീഡിംഗ് ഉണ്ടായി, വസ്ത്രമടക്കം കൊണ്ട് കാണിച്ചിട്ടും അവരെ ലേബർ റൂമിലേക്ക് മാറ്റിയില്ല എന്നുള്ളതാണ്. അതിന് തൊട്ട് മുമ്പുള്ള മുറിയിൽ മാത്രമാണ് കിടത്തിയിരുന്നത്. PV ചെയ്ത് നോക്കിയപ്പോൾ പോലും അവർക്ക് അത്തരത്തിലൊരു പ്രസവമാണ് എന്നുള്ള ഒരു കൺക്ലൂഷനിലേക്ക് എത്താൻ അവർക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ഒടുവിൽ ഈ അമ്മ രക്തം മാറുന്ന തുണിയുമായി അകത്ത് നിന്ന് ഡോക്ടർമാരുടെ, അതായത് ജൂനിയർ ഡോക്ടർമാർ മാത്രമാണ് നോക്കിയത്. ഈ ജൂനിയർ ഡോക്ടർമാരുടെ ഫോണിൽ പുറത്തേക്ക് സ്വന്തം അമ്മയെ ബന്ധപ്പെടുകയായിരുന്നു. അങ്ങനെ വീട്ടുകാർ കൂടി ഇടപെട്ടതിനെ തുടർന്നാണ് തുടർ പരിശോധനകൾ ഉണ്ടാകുന്നത്. ആ പരിശോധനയിൽ നോക്കുമ്പോൾ കുട്ടിയുടെ തല ഏകദേശം പുറത്തു വരുന്ന ഒരു അവസ്ഥയിൽ എത്തിയിരുന്നു. പിന്നീടാണ് ഉടനെ ലേബർ കോർട്ടിലേക്ക് മാറ്റുകയും 15 മിനിറ്റിനുള്ളിൽ പ്രസവം നടക്കുകയും ചെയ്തത്. ഒരുപക്ഷെ ആ യുവതി അവിടെ സൗമ്യ അത്രയും ബഹളം വെച്ചില്ലായിരുന്നുവെങ്കിൽ ആ കിടക്കുന്നിടത്ത് തന്നെ കിടന്ന് പ്രസവിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് സൗമ്യ എത്തിയതിനെ. മാത്രമല്ല ഈ കുട്ടിയെ അന്ന് തന്നെ വെന്റിലേറ്ററിലേക്ക് മാറ്റുകയും ചെയ്തു. പിന്നീട് ഒരു ദിവസം പോലും ഈ രക്ഷിതാക്കളെ കാണിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇന്നലെ രാത്രിയോടുകൂടി അവരെ മരണവിവരം അറിയിക്കുകയും ചെയ്തു. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് കുട്ടി ഫ്ലൂയിഡ് ഉള്ളിലേക്ക് എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. കുടുംബം പറയുന്നത് അത് തന്നെയാണ്. അതായത് ഈ അത്തരത്തിലൊരു കുട്ടി പുറത്തേക്ക് വരുന്നതിന് വേണ്ടി ആ ഒരു ലിക്വിഡ് ലീക്ക് ചെയ്യാൻ ഫ്ലൂയിഡ് ലീക്ക് ചെയ്യാൻ തുടങ്ങിയതിനു ശേഷം മണിക്കൂറുകൾക്ക് ശേഷമാണ് ഇവരെ പിന്നീട് കെയർ ചെയ്യുന്നതിന് വേണ്ടി ഡോക്ടർമാർ നോക്കിയത് എന്നുള്ളതാണ്. ആ സമയത്തിനുള്ളിൽ തന്നെ ഫ്ലൂയിഡ് കുട്ടി കുടിച്ചിട്ടുണ്ടായിരുന്നു. ആന്തരിക അവയവങ്ങൾക്കകം അടക്കം പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന രീതിയിലേക്ക് മഷിയിട്ട് കുട്ടി മാറുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോവുകയും പിന്നീട് വെന്റിലേറ്ററിലേക്ക് എത്തുകയുമാണ് ചെയ്തത്. ഇപ്പോൾ ആശുപത്രി അധികൃതർ എന്ത് മറുപടിയാണ് നൽകിയെന്ന് ചോദിച്ചാൽ അവരെല്ലാ കാലത്തും പറയുന്നത് പോലെ തന്നെ തങ്ങൾക്ക് അനാസ്ഥ ഉണ്ടായിട്ടില്ല എന്നുള്ള സ്ഥിരം പല്ലവിയാണ്. മെഡിക്കൽ ഡയറക്ടറുടെ നേതൃത്വത്തിൽ 2 മരണങ്ങളുടെ മേൽ അന്വേഷണം നടക്കുന്ന ഒരു ആശുപത്രിയാണ്. ആരോഗ്യമന്ത്രിക്ക് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് സമർപ്പിച്ചു എന്ന് പറയുന്നു. പക്ഷെ വിശദാംശങ്ങളൊന്നും തന്നെ പുറത്തു വരികയും ചെയ്തിട്ടില്ല. അതേസമയമാണ് ഇപ്പോൾ അടുത്ത മരണം കൂടി അവിടെ സംഭവിച്ചിരിക്കുന്നത്. വളരെ ചുരുക്കം ആളുകൾ മാത്രമാണ് അശ്വതി പ്രതിഷേധിക്കാൻ ധൈര്യം കാണിക്കുന്നത്. മറിച്ച് എത്രയോ ആളുകൾ മരണപ്പെട്ട കുഞ്ഞുങ്ങളുമായി അവിടെ നിന്ന് പോകുന്നുണ്ട് എന്നുള്ളത് വസ്തുത തന്നെയാണ്. മാത്രമല്ല ഇന്നലെ രാത്രി ഈ മരിച്ച കുട്ടിയുടെ ശരീരവുമായി മൃതദേഹവുമായി അവർ കുടുംബം രാത്രി 12:30യോടുകൂടി പ്രതിഷേധിക്കുന്ന അവസ്ഥയിലേക്ക് വന്നു. ആ അമ്മ ആ കുഞ്ഞുമായി അവിടെ ഇരുന്ന് ആ വാർഡിന് മുന്നിലിരുന്ന് പ്രതിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് അനുനയിപ്പിച്ച് അവരെ പോലീസ് അടക്കം വന്ന് അനുനയിപ്പിച്ച് ഇപ്പോൾ കുട്ടിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ സംഭവത്തിൽ കുടുംബം ഇപ്പോൾ പോലീസിന് മൊഴി നൽകുകയും ചെയ്തിട്ടുണ്ട്. ആവർത്തിച്ചാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ച് അവിടെ ചികിത്സയ്ക്ക് എത്തുന്ന സാധാരണക്കാരായ ജനങ്ങൾക്ക് ഇത്തരം മരണങ്ങളടക്കമുള്ള കാര്യങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരുന്നത്. ആലപ്പുഴ ജില്ലയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഈ ഒരു ആശുപത്രി നല്ലതില്ലാത്തൊരു ജില്ലയാണ്. എന്തെങ്കിലും ഒരു ചികിത്സ വേണമെങ്കിൽ ആകെ ആശ്രയിക്കാൻ കഴിയുന്നത് വണ്ടാനം മെഡിക്കൽ കോളേജിന്റെയും ഒപ്പം തന്നെ ഈ ആലപ്പുഴ ജനറൽ ആശുപത്രി, WNC അടക്കമുള്ള ആശുപത്രികളാണ്. നമുക്ക് ഈ സർക്കാർ മേഖലയിലുള്ള ആശുപത്രികൾ മാത്രമാണ് ഒരു അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ ഉള്ളത് എന്നുള്ള. അല്ലെങ്കിൽ നമ്മൾ എറണാകുളത്തോ തിരുവല്ലയിലോ അടക്കമുള്ള ഇടങ്ങളിലേക്ക് മണിക്കൂറുകൾ സഞ്ചരിച്ച് എത്തേണ്ടി വരും. ഒരുപാട് തീരദേശത്തടക്കമുള്ള ആളുകൾ ആശ്രയിക്കുന്ന ഈ ആശുപത്രിയിലാണ് നിരന്തര മരണം ഉണ്ടാകുന്നത്. എങ്കിൽ പോലും അവിടെയുള്ള ഒരു സമിതിയെ രൂപീകരിക്കുകയും ഡോക്ടർമാരടക്കമുള്ള ആ സമിതി ഒരിക്കൽ പോലും ഒരു പ്രതികൂല റിപ്പോർട്ടിലേക്ക് പോകാതെ അത് ഒതുക്കി തീർക്കുകയുമാണ്. ഒരുപക്ഷെ DMO ലെവലിൽ തന്നെ ആദ്യം ഇത് ഒതുക്കി തീർക്കാനുള്ള ശ്രമം വരും. ഈ കേസിൽ നിരന്തരം ഇതിനു മുമ്പ് തൊട്ടടുത്തടുത്ത ദിവസങ്ങളിൽ തന്നെ മരണം ഉണ്ടായിട്ടുള്ളത് കൊണ്ട് തന്നെ ആരോഗ്യവകുപ്പ് ഗൗരവകരമായി അന്വേഷണം നടത്തുമോ എന്നുള്ളതാണ്. പക്ഷേ അന്വേഷണ റിപ്പോർട്ട് ഈ മരിച്ച ആളുകൾക്കടക്കം, ആ മരിച്ച ആളുകളുടെ കുടുംബങ്ങൾക്കടക്കം ഈ അന്വേഷണ റിപ്പോർട്ടിലെ കണ്ടെത്തൽ എന്താണെന്ന് വിശദീകരിക്കാൻ പോലും സർക്കാർ സംവിധാനങ്ങൾ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ഖേദകരം. അശ്വതി. ശരി ശരണ്യ, എന്തായാലും ഗുരുതരമായ അനാസ്ഥയാണ്, ശ്രദ്ധക്കുറവാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഉണ്ടായിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ നമുക്ക് അവരുടെ വാക്കുകളിൽ നിന്നും വ്യക്തമാണ്. എന്തായാലും ഈ വരും മണിക്കൂറുകളിൽ എന്തുകൊണ്ട് ഈ സംഭവം ഇങ്ങനെ ഉണ്ടായി, ഇത്തരം സംഭവങ്ങൾ എന്തുകൊണ്ട് ആവർത്തിക്കുന്നു എന്നുള്ളതിന് മറുപടി പറയേണ്ടി വരും ആലപ്പുഴ മെഡിക്കൽ കോളേജ് അധികൃതർ. ശരണ്യ സ്നേഹജനാണ് വിശദവിവരങ്ങൾ നൽകിയത്.